നമസ്കാരം ശ്രോതാക്കളെ. ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിലർ എപ്പോഴും വളരെയധികം സന്തോഷത്തിലായിരിക്കും, ചിലർ എപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരിക്കും. ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് അവർ ആഗ്രഹിച്ചതൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്നത്? മറ്റു ചിലർക്ക് എന്തു തന്നെ ലഭിച്ചാലും അവർ സംതൃപ്തരായിരിക്കില്ല. എന്തുകൊണ്ടാണ് ചിലർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നത്? മറ്റു ചിലർ എത്ര കഷ്ടപ്പെട്ടാലും അവർക്കതിന്റെ ഫലം ലഭിക്കുകയുമില്ല. ഇതിനെല്ലാം ഉത്തരം ലഭിക്കണമെന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? ഇവയ്ക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് ലഭിക്കും ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ. ഡോക്ടർ ജോസഫ് മർഫിയാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് എന്നറിയണ്ടേ? അത്ഭുതം എന്നത് ലോകത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും നടക്കും, നടന്നിട്ടുമുണ്ട്. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും നടക്കും. എപ്പോൾ നടക്കും എന്നാണെങ്കിൽ, ഒരുവൻ അവന്റെ ഉപബോധ മനസ്സിന്റെ ആഴം എപ്പോൾ തിരിച്ചറിയുന്നുവോ, അവൻ എങ്ങനെ ചിന്തിക്കുന്നുവോ, അതിൽ എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇവയെല്ലാം എങ്ങനെ പുറത്തു കൊണ്ടുവരും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ജനിക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി മാറുന്നു എന്നാണ് ജോസഫ് മർഫി ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ഉത്തരം അറിയുമോ? എന്തുകൊണ്ടാണ് ഒരുവൻ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്? മറ്റു ചിലർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ വളരെയധികം കഷ്ടപ്പെട്ട് ദരിദ്രരായി ജീവിക്കേണ്ടി വരുന്നത്? മറ്റു ചിലർ എന്തിനും ഏതിനും പേടിച്ച് ഭയന്ന് മരിക്കുന്നു. എന്നാൽ ചിലരാവട്ടെ ഒന്നുമില്ലെങ്കിൽ തന്നെയും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ മാത്രം ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ചിലരുടെ ജീവിതം മനോഹരമായിരിക്കുന്നത്? മറ്റു ചിലർ കഷ്ടതകൾ അറിഞ്ഞു മാത്രം ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്ക് ജീവിതത്തിൽ വിജയം മാത്രം ഉണ്ടാകുന്നത്, മറ്റു ചിലർക്ക് വെറും തോൽവി മാത്രം? എന്തുകൊണ്ടാണ് ചിലർക്ക് ഒരിക്കലും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റില്ലെന്ന് കരുതുന്ന അസുഖങ്ങൾ പോലും ഭേദമാകുന്നത്, എന്നാൽ മറ്റു ചിലർക്ക് എപ്പോൾ മരിക്കുമെന്നറിയാതെ ഒരസുഖം വന്ന് മരിച്ചുപോകും? എന്തുകൊണ്ടാണ് ചിലർ നല്ല മനസ്സിന് ഉടമകളായിട്ടും കരുണയും ദയയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നിട്ടും കഷ്ടപ്പെടേണ്ടി വരുന്നത്? അവരുടെ ചുറ്റുമുള്ളവരിൽ നിന്നും അവരർഹിക്കുന്ന ഒരു പരിഗണനയും അവർക്ക് ലഭിക്കാറില്ല. എന്നാൽ മറ്റു ചിലർ നല്ലവരല്ലെങ്കിലും ചുറ്റുമുള്ളവർ നല്ലവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതെല്ലാം നല്ലത് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷമുള്ള ജീവിതവും വളരെ നല്ല വിവാഹവും അങ്ങനെ ജീവിതത്തിലെല്ലാം വളരെ നന്നായി നടക്കുന്നു. എന്നാൽ അവളുടെ സഹോദരിക്ക് വേദനകൾ നിറഞ്ഞ ജീവിതവും ജീവിതത്തിൽ ഒന്നും തന്നെ നല്ല രീതിയിൽ നടക്കുന്നുമില്ല. ഇതിനെല്ലാം കാരണമെന്ത്? ഇവയ്ക്കൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇതിനെല്ലാം ഉള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും നമുക്ക് ലഭിക്കും. ഉപബോധ മനസ്സിന് വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ചാണ് ഡോക്ടർ ജോസഫ് മർഫി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങൾക്കും സന്ദേഹങ്ങൾക്കും ഉത്തരം കിട്ടണമെങ്കിൽ ഈ പുസ്തകം നമ്മൾ വായിച്ചിരിക്കണമെന്നാണ് ജോസഫ് മർഫി പറയുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതെപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കും. നമുക്കുള്ളിൽ ഒരു ഭയങ്കരമായ അത്ഭുത ശക്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നമുക്കുള്ളിലെ വേദന, വിഷമം, പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം മറികടന്ന് സ്വതന്ത്രമായി സന്തോഷപൂർണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. ഈ ഉപബോധ മനസ്സ് നമുക്കുള്ളിലെ അസുഖങ്ങളെ പോലും ഭേദപ്പെടുത്തി നമ്മുടെ ഊർജം തിരിച്ചു തരും എന്നാണ് ജോസഫ് മർഫി ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഈ ശക്തി നമുക്കുള്ളിൽ ഉണ്ട് എന്നതിനുള്ള തെളിവും തന്റെ പക്കലുണ്ടെന്ന് ജോസഫ് മർഫി അവകാശപ്പെടുന്നു. 42 വർഷങ്ങൾക്ക് മുമ്പ് സർക്കോമ എന്ന അസുഖം ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗപ്പെടുത്തി സുഖപ്പെടുത്താനായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ആതുര സേവന രംഗത്ത് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ ഡോക്ടർ ഡ്രസ്സസ് ദ വൂണ്ട്സ് ബട്ട് ദ ഗോഡ് ഹീൽസ് ഇറ്റ്. അതായത് മനുഷ്യൻ മുറിവിന് മരുന്ന് വെക്കുന്നു, എന്നാൽ അത് ഭേദമാക്കുന്നത് ദൈവമാണ്. ആ ദൈവം നമ്മുടെ ഉപബോധ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുമായിരിക്കാം ആ ശക്തി ജനിക്കുന്നത്.